മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ എന്ന് പറയുന്ന ശബ്ദം നിയമസഭയിൽ ഉണ്ടായില്ല. അത് വലിയ പോരായ്മ. കാലത്തെയും പ്രിയപ്പെട്ട സഖാവ് EK നായനാരായാലും ശരി തന്നെ, സഖാവ് VS അച്യുതാനന്ദനായാലും ശരി തന്നെ, അതുപോലെയൊന്നും ചങ്കുറപ്പും ജനപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരൊന്നും അവിടെ ഇല്ല, ഇനി ഉണ്ടാവുകയുമില്ല. ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് ഞങ്ങളിപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ മുന്നിൽ ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ നേരത്തെ 2006 ഞങ്ങൾ പറഞ്ഞിരുന്നു, അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഈ രംഗത്തെ വിദഗ്ധർ, പണ്ഡിതർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുമായിട്ടൊക്കെ ആലോചിച്ച് വേണമെന്നത് 2006 തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്, ഇതാണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായി കോടതി ചോദിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ പറയാമെന്ന നിലപാടാണ് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. UDF ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയായി. അതുകൊണ്ട് തന്നെ പുതിയ ഒരാവേശത്തോടെ എല്ലാ പ്രവർത്തകരും UDF നേതാക്കളും ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്താണ്. വളരെ ആവേശകരമായ നിലയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ UDF തിരിച്ചു വരണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വർദ്ധിതമായ ആവേശത്തോടെ എല്ലാ പ്രവർത്തകരും രംഗത്ത് ഇന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ആളുകളും BJPയിലേക്ക് ചേരാൻ പറ്റും. ഏറ്റവും ഒടുവിൽ 2 പേര് യൂത്ത് കോൺഗ്രസിന്റെ KP ശ്രീനിവാസനോട് ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു നേതാക്കൾ അപ്രത്യക്ഷമായിട്ട് നിൽക്കുന്നതിന്റെ കാരണമുണ്ടോ? ജില്ലയിൽ MJ ജോബ് അടക്കം BJPയിൽ ചേർന്ന് ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ പോവുകയാണ്. അല്ല, നമ്മുടെ പാർട്ടി ധാരാളം നേതാക്കന്മാരുണ്ട്, സീറ്റിന് അർഹരായിട്ടുള്ളവർ ധാരാളം ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ, ഞങ്ങൾ മത്സരിക്കുന്ന 90-92 സീറ്റിൽ മാത്രമാണ്. അർഹതപ്പെട്ട ധാരാളം ആളുകളുണ്ട്. സ്വാഭാവികമായും സീറ്റ് ആഗ്രഹിക്കുന്ന പലർക്കും നിരാശയുണ്ടാകും. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെ ഈ നിലയിലേക്കൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു നിർണായക ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അവർ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടവരാണ്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് സീറ്റ് കിട്ടും, കിട്ടാതിരിക്കും, അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് കൊടുക്കാനും കഴിയില്ല. കുറച്ചു പേർക്ക് സീറ്റ് കിട്ടും, കുറച്ചു പേർക്ക് സീറ്റ് കിട്ടാതിരിക്കും. ഏതായാലും ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് പലർക്കും ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ വേണ്ട പരിഗണന നൽകും, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്കോ സീറ്റുകളിലേക്കൊക്കെ വന്നില്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ അവരെയെല്ലാം ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് സാധിക്കും. പാർട്ടി അത്രയും വലിയൊരു കരുത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആരും പാർട്ടി വിടേണ്ട കാര്യമില്ല. നമ്മളൊരു ആശയത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ നേതാക്കന്മാരൊന്നും വലുതായിട്ട് പോകുന്ന എനിക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. ആരും അങ്ങനെ പോകുന്നില്ല. ആരെങ്കിലും പോകുന്നെങ്കിൽ പിന്നെ അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരും. കാരണം പാർട്ടി വിട്ടുപോയ ആർക്കും ഇത്തവണ CPM സീറ്റ് കൊടുത്തില്ലല്ലോ. പാർട്ടി വിട്ടുപോയ ആളുകൾക്ക് പാർട്ടി മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വന്നു കഴിഞ്ഞു. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് AKG സെന്ററിന്റെ മുമ്പിൽ. ഞാൻ പഠിച്ച കലാലയത്തിന്റെ നേരിപ്പുറത്തെ സൈഡിൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ 1987 ഞാൻ പഠിച്ച അന്ന് തുടങ്ങിയ രാഷ്ട്രീയമാണ്. SFIയിൽ നിന്നും ആരംഭിച്ച രാഷ്ട്രീയമാണ്. അത് ഇന്നിപ്പോൾ AKG സെന്ററിന് മുമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇതിപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നൊരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടെ കേരളം. അതിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട്.
നമ്മളുടെ കേരളം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി നേടിയിട്ടുള്ള വികസനമായാലും സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷവും അത് തന്നെയാണ് നമുക്കെല്ലാവർക്കും ഇപ്പോൾ എന്നെ പോലെയുള്ളവർക്ക് പോലും ഈ പ്രസ്ഥാനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും അതിനുവേണ്ടി മുന്നോട്ട് പോകാനുമുള്ള ഊർജം ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയാണ്. കാരണം തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരത്ത് വളർന്ന് നാടിനെ അറിയാവുന്ന, നാട്ടുകാരെ അറിയാവുന്ന, നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എല്ലാ മുടുക്കും എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊരു അന്യമായ സ്ഥലമല്ല, ആരും എനിക്ക് അന്യരല്ല. എല്ലാവരെയും ഇടയിലേക്ക് ഇറങ്ങി പോകാനും അവരോടൊപ്പം നിൽക്കുവാനും ഈ ഒരു അവസരം ഞാൻ പൂർണ്ണമായും വിനിയോഗിക്കും. എല്ലാവരുടെയും പ്രയാസത്തിലും എല്ലാവരുടെയും സന്തോഷത്തിലും എന്ത് കാര്യത്തിനും സാക്ഷരതയായ നമ്മളുടെ നാടിനോടൊപ്പം, എല്ലാവരോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, മത്സ്യത്തൊഴിലാളികളോടൊപ്പം, തീരദേശ പ്രദേശത്തിനോടൊപ്പം എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ഒന്നിച്ചു നിൽക്കുവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യം. അത് തീർച്ചയായും എല്ലാ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതിന് എല്ലാവരും എന്നോടൊപ്പമുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക വലിയ വെല്ലുവിളി കൂടിയാണ് അങ്ങേ പാർട്ടി മുന്നണിയെ കേൾപ്പിക്കുന്നത്. വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടിക്ക് പാർട്ടിയുടേതായ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ എല്ലാ കെട്ടറപ്പുമുള്ള ഒരു പാർട്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സിറ്റിംഗ് സീറ്റ് തീർച്ചയായും നമുക്ക് തുടരാൻ മുന്നോട്ട് എന്ന മുദ്രാവാക്യം തന്നെയല്ലേ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. ഇല്ല ഒരിക്കലും. ഇതൊരു മഹാവിജയത്തിന്റെ തുടക്കമാണ്. പാല എന്ന് പറയുന്നത് എൻ്റെ പ്രാണന്റെ പ്രാണനാണ് പാല. ഈ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, നമ്മൾ ജയിക്കും. പാല നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. പാല തിരിച്ചു പിടിക്കും. പാലായിൽ നമ്മൾ തല ഉയർത്തി നിൽക്കും. സ്നേഹിക്കുന്ന ഇവിടെയുള്ള പ്രവർത്തകരുടെയൊക്കെ കാവൽക്കാരനായി, കുടുംബാംഗമായി, ഒരു മകനായി എന്നും ഞാൻ പാലായിലുണ്ടാകും. ഇല്ല, സിനിമയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കളെയും പലരും ഇങ്ങോട്ട് വിളിച്ച് വരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആരെയും വിളിച്ചില്ല. ഒന്ന്, മറ്റു പാർട്ടികളിൽ നിന്നുള്ള സൈബർ അറ്റാക്കുകൾ എനിക്ക് വേണ്ടി അവർ നേരിടണ്ടെന്നുള്ള എൻ്റെ സതുദ്ദേശം കൊണ്ടും, മറ്റൊന്ന് സിനിമാ താരമായ പിഷാരടി വിജയിച്ചുവെന്നോ സിനിമാ താരങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് വിജയിപ്പിച്ചുവെന്നോ എനിക്ക് കേൾക്കണ്ട. കോൺഗ്രസ് UDF പ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ പിഷാരടി ഇവിടെ നിന്നു വിജയിച്ചു എന്ന് കേട്ടാൽ മതി. അതുകൊണ്ട് ആരെയും തന്നെ ഞാനായിട്ട് വിളിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നാൽ എനിക്കത് അവരുടെ സ്നേഹമാണ്, ഞാൻ പറയില്ല. പക്ഷെ ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആരും വരണ്ട. ഞാൻ അത് തന്നെ. പാലക്കാടിലെ മുഴുവൻ വോട്ടർമാരുമായി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി മുഴുവൻ വോട്ടർമാരും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകണം എന്നുള്ള അപേക്ഷയുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വോട്ടർമാർ തീരുമാനമെടുത്തിരിക്കുന്നു. അതിൽ കോൺഗ്രസ് ഉണ്ടാകില്ല, മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകില്ല, ഒരു വ്യത്യാസവുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാ പാർട്ടിയിലെയും നല്ല മനുഷ്യർ, വികസനം ആഗ്രഹിക്കുന്നവർ വോട്ട് ചെയ്യും എന്നുള്ളത് ശ്രീമാൻ VD സതീശന് ബോധ്യപ്പെട്ടു. ശ്രീമാൻ KC വേണുഗോപാലിനും ബോധ്യപ്പെട്ടു. പാലക്കാടിലെ BJP വിജയിക്കുമെന്ന് രണ്ടുപേർക്കും ഉറപ്പായി. അത് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എന്ന് മാത്രമേ ഉറപ്പില്ലാത്തതുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു ചോദ്യം ഞാൻ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് 47 വർഷക്കാലം ഈ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ MLA ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ നേതാക്കന്മാർക്ക് പാലക്കാട് ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടാതെ എന്തിനാണ് നിങ്ങൾ ഒളിച്ചോടി പോകുന്നത്? അതായത് നിങ്ങളുടെ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് വികസനത്തിൽ നിന്നാണ്.
വികസനം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. 47 വർഷക്കാലം പാലക്കാടിനെ പ്രതിനിധീകരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് വികസനത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിന് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ആരോപണവുമായിട്ട് ഈ കേരളത്തിന് മുന്നിൽ അവർ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് മാത്രവുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് 47 വർഷം കോൺഗ്രസും 20 വർഷത്തിലധികം LDFും ഇവിടെ പ്രതിനിധീകരിച്ചിട്ടും പാലക്കാടിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് പരാജയമാണെങ്കിൽ ആ പരാജയത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇവര് പറഞ്ഞത് ശരിയാണ്. ഇവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അവരുടെ ശോഭ നിയമസഭയിൽ പോയാൽ മതി. പാലക്കാട്ടുകാർക്ക് എല്ലാ 3 പാർട്ടിക്കും കൂടി ഒരാൾ മതി എന്നാണ് ഇപ്പൊ പാലക്കാട്ടിലെ അമ്മമാരും സഹോദരന്മാരും ഒക്കെ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഓരോ വീടുകളിലും കയറി ചെല്ലുകയാണ്. UDF വിജയിച്ച മമ്മൂട്ടിയെ കൊണ്ടുവരുന്നതാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ഇപ്പൊ ഗുജറാത്ത് മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അത് കൃത്യമായിട്ട് വികസനമാണ് ലക്ഷ്യമെന്നുള്ള അത്തരത്തിലൊരു കൃത്യമായ സന്ദേശം നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർ ഇന്നും ദുരിതം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ്. ജലസാന്ദ്രത പെൻഷനേഴ്സിന് സമാധാനമായിട്ടിരിക്കാം. അടുത്ത 12 മാസത്തേക്കുള്ള പെൻഷനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ആശങ്കയും വേണ്ട. അടുത്ത 12 മാസത്തേക്ക് ജീവനക്കാരുടെ പെൻഷൻ മുടങ്ങില്ല. അതുപോലെ ശമ്പളവും മുടങ്ങി. ഔദ്യോഗികമായി ഷാളടിച്ച് സ്വീകരിക്കുന്നതാണ്. നെഹ്റു യുവകേന്ദ്രയുടെ ദേശീയ ഉപാധ്യക്ഷൻ വിഷ്ണുവർദ്ധൻ റെഡ്ഡി അവരെ ക്ഷണിക്കുന്നു. അദ്ദേഹം നേരെ പിടിച്ച് വായിച്ചുകൊണ്ടാണ് ഞാനായി പോയത്. അദ്ദേഹം ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ പ്രസംഗിച്ചാൽ എനിക്ക് 5000 വോട്ട് കൂടും. ഇതാ പ്രസംഗം. അമ്പലപ്പുഴയൊന്നും വിജയരാഘവൻ അറിയില്ല. ആലപ്പുഴ കമ്മിറ്റി കൂടാൻ വന്നിട്ടേ ഉള്ളൂ ചാർജായിട്ട്. നാടിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് വിജയരാഘവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പൊക്കോട്ടെ. ആ പാവത്തൊക്കെ വിട്ടേരും. മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ താങ്കൾ കാണാതിരുന്നത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ല, പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മറുപടി ഞാനിവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ? അല്ല, വെളിയിൽ മൈക്കുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പറയാം. പിടിക്കണ്ട. മറുപടി ഉള്ളപ്പോ ഞാൻ പറഞ്ഞോളാം കേട്ടോ, ഞാൻ പറഞ്ഞോളാം. നിങ്ങളുടെ ടോണി ലൂക്കോസ് മുഖ്യമന്ത്രിയോട് എനിക്കെതിരെ പറയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചല്ലോ. എനിക്കെതിരെ പറയാൻ വേണ്ടി ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയും. ആൻസർ അതിലുണ്ട്. അത് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അതുപോലെ എന്നോട് ചോദിക്കണ്ട. ടോണി ലൂക്കോസ് ആവണ്ട കേട്ടോ. പോണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം അനാവശ്യമായിട്ട് അത് സ്റ്റേറ്റ്മെന്റ്. CPI ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. വിനോദ വിഷയത്തിന് ഇല്ലാത്ത സൂക്കട അയക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 6000 വോട്ട് കഷ്ടിച്ചാണ് അയാൾ ജയിച്ചത്. 18000 വോട്ടിന് ആ നല്ലവനായ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് സൂല കിടക്കുന്നത് എലോത്തവൻ ജയിച്ചെടുത്ത് നൂറിനാട്ടുകാരനായ പ്രസാദ് ഇവിടെ വന്ന് വെറും 6000 വോട്ടിനാണ് ജയിച്ചത്. അതൊരു കൊച്ചു പയ്യനോട്. അതുപോലും അയാൾ ഓർത്തല്ല. അയാളുടെ വിജയം തുലാസിലാണ്. ഞാൻ അയാൾക്കെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുന്നില്ല വേറെ. ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ജില്ല കൂടെ നിന്ന് പ്രസംഗിക്കാം. കുറെ സീറ്റൊക്കെ തോന്നും. ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു. ഇതെല്ലാവരും സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് പ്രസാദിന് ഗുരുത്വമില്ല. അല്ല, പിന്നെ എനിക്കെതിരെ പറയേണ്ട കാര്യം എന്താണ്? പറ. എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കുക പുള്ളി. എനിക്ക് പാർലമെന്റ് വ്യാമോഹ. പുള്ളിക്ക് എന്തുവാ പിന്നെ എന്തിന്റെ വ്യാമോഹത്തിനാണ് മനസ്സിലാക്കുന്നത്? രണ്ടാമത് ഇവിടെ വന്നിട്ട് അതായത് നാട് പോലും എവിടെ ഹരിപ്പാട് മുമ്പ് ചെന്നിത്തലയോട് 2 തവണ തോറ്റതല്ലേ? അല്ലേ? നാട് മുഴുവൻ ഓടി നടന്ന് മത്സരിച്ചിട്ട് അവസാനം ചേർത്തല വന്നാൽ രക്ഷപ്പെട്ടത്. അത് 18,000 6,000 അല്ലെ 7,000. അത് ചെവിക്ക് നുള്ളിക്കോട്ടെ. ഇതിലൊക്കെ തിരിച്ചടി കൊടുക്കും ജനങ്ങൾ. ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത്. അല്ല, പ്രസാദം ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി വന്നുള്ളതല്ലേ? ഇവിടുത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ കൂടെ നിന്ന് തങ്കപ്പന്റെ തലവെട്ടി എടുത്തപ്പോഴേ ഞാൻ അവിടെ താലൂക്ക് സെക്രട്ടറി. കേരളത്തിൽ ആരാ BJPയുമായിട്ട് ഡീലുണ്ടാക്കിയിട്ടുള്ളത്? എത്രയോ നാളത്തെ ചരിത്രമാണെന്ന്. കോലി ബി സഖ്യം,
അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടല്ലേ. അപ്പൊ ഈ കള്ളന്മാരെ മുന്നേ ഓടിക്കൊണ്ട് കള്ളം എന്ന് വിളിക്കുന്ന പോലെയാ ഈ കോൺഗ്രസിന്റെ ഏർപ്പാട്. അപ്പൊ അവരൊരു ഡീൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മുൻകൂട്ടി 2 മുഴം എറിഞ്ഞ് രക്ഷപ്പെടാനുള്ള പരിപാടിയാ. അതുകൊണ്ടൊന്നും ഇതൊന്നും യാതൊരു അർത്ഥമില്ലെന്ന്. CPM-ന് ഒരു കഴഞ്ചു പോലും നീക്കുപോക്ക് ഹിന്ദുത്വ വർഗീയതയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം എങ്ങുമില്ല, ഉണ്ടാവില്ല. എന്താ അവിടെ നിന്ന് മുസ്ലിം വോട്ട് കോൺഗ്രസിന്റെ ഇങ്ങോട്ട് പോരുമെന്ന്. അപ്പൊ ഞങ്ങൾ ജയിക്കും. അതിനിത്ര പ്രയാസപ്പെടേണ്ട കാര്യം എന്താ? അതല്ലേ അവർ പറയണേ. അപ്പൊ എന്താ അവർക്ക് പ്രയാസം? ഞങ്ങളല്ലേ ജയിക്കുക, BJP-യിലല്ലേ ജയിക്കുക. അത് ശരി, ഞങ്ങൾ UDF-നെ പിന്താങ്ങണമെന്നാണ് വേറെ പണി നോക്കുന്നത്. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവെക്കുക. ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? ഈ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന മറ്റൊന്ന് CPM-ൽ നിന്ന് പോയ മുതിർന്ന നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥിത്വവും അവരുടെ വിജയമൊക്കെയാണ്. താങ്കളുടെ കൂടെ പ്രവർത്തിച്ച, ഒപ്പം നിന്നിരുന്ന, ഒരുപക്ഷെ ആലപ്പുഴയിലെ ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് തോമസ് ഐസക്കും G. സുധാകരനുമായിരുന്നു CPM-മായി ബന്ധപ്പെട്ട്. സുഹൃത്ത് പോയതിന്റെ സങ്കടം ഉണ്ടോ? ഈ പറഞ്ഞ സ്ഥലങ്ങളിലെ അമ്പലപ്പുഴ ആയിക്കോട്ടെ, ഒരാള് പാർട്ടി മെമ്പർ കൂടെ പോയിട്ടുണ്ടോ? കളിപ്പറമ്പിൽ പോയിട്ടുണ്ടോ? അപ്പോ ചില വ്യക്തിത്വങ്ങൾക്ക് അങ്ങോട്ട് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി കൂടിയിട്ട് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിനൊന്നും യാതൊരു വിലയുണ്ടാവില്ല. 9-ാം തീയതി ആവുമ്പോൾ ആ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യപ്പെടും. പക്ഷെ ഞങ്ങൾ CPM നിശ്ചയമായിട്ടും പരിശോധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാളല്ലല്ലോ പലര് മാറേണ്ടി വന്നു? ഒന്ന്, ഇങ്ങനെ നേതാക്കന്മാരാകുമ്പോഴും പരിശോധന വേണ്ടി വരും, തിരുത്തലുകൾ വേണ്ടി വരും. അല്ലാതെ അപ്രമാദിത്വമൊന്നും ആർക്കും കൽപ്പിക്കാൻ പറ്റില്ല. എന്താ ഇങ്ങനെ വന്നത് എന്നുള്ള ഞങ്ങൾ പരിശോധിക്കും. അത് 9-ാം തീയതിക്ക് മുമ്പൊന്നും വേണ്ട. അത് CM നിഷേധിക്കണ്ടെന്നോ അദ്ദേഹം? ആരെ വോട്ട് കച്ചവട? ആര് വായിച്ച? CPM-ഉം BJP. അത് ശരി. അതില് ഞങ്ങളെക്കുറിച്ച്, അതായത് CPM-നെ കുറിച്ചും LDF-നെ കുറിച്ചും നാട്ടുകാർക്കാകെ കൃത്യമായിട്ട് അറിയാം. കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. അതുതന്നെയാണ് ഞങ്ങളുടെ കരുത്തും ശക്തിയുമായി ജനങ്ങൾ കാണുന്നത്. അങ്ങനെ കണ്ടാൽ തോന്നുന്നത് കൊണ്ട്, കാരണം ചില അസംബ്ലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം കണ്ടാൽ തോന്നും ഇതെന്താ ഇങ്ങനെ. പാലക്കാട് UDF സപ്പോർട്ടേഴ്സിന്റെ, UDF-ന് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ, അതായത് BJP-ക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ജനവിഭാഗങ്ങൾ വളരെയധികം ഉൾക്കൊള്ളുന്ന ആ മണ്ഡലത്തിൽ അവിടെ UDF-ന്റെ വോട്ട് ക്യാച്ച് ചെയ്യാൻ ഒരാളെ കൊണ്ടുപോയി നിർത്തിയാൽ, സ്വതന്ത്രനെ കൊണ്ടുപോയി നിർത്തിയാൽ അതിന്റെ അർത്ഥം എന്താ? BJP എങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ എന്നാണ്. അത് നമ്മൾ പറഞ്ഞ് ജാതി ആക്കണ്ട. അത് ദുരുദ്ദേശത്തോടു കൂടിയാണ്. ചോദ്യം ദുരുദ്ദേശമാണെങ്കിൽ ഉത്തരം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. VD സതീശൻ ഉൾപ്പെടെ പറയുന്നത് 10 മണ്ഡലങ്ങൾ എന്നാണ് പറയുന്നത്. ആ നിലയ്ക്ക് തന്നെ ഉണ്ടോ? 10 മണ്ഡലങ്ങളിൽ അതിൽ അധികം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഒരു 10 മണ്ഡലത്തിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അതിശയകരമായ സ്ഥാനാർത്ഥി നിർണയം കാണാനുണ്ട്. അതാണ്. ഇപ്പം കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്, അതുപോലെ പല മണ്ഡലങ്ങളിലും ഉണ്ട്. നോക്കിയാൽ നിങ്ങൾ മീഡിയ പരിശോധിച്ച് നോക്ക്. ഇതെന്താ എങ്ങനെയാണ്?
ലീഗ് സ്ഥാനാർത്ഥി പത്രിക പെട്ടെന്ന് തന്നെ തയ്യാറാക്കി, കോൺഗ്രസിൽ കുറച്ച് സമയം വൈകി, അതൊക്കെ ശരിയാണ്. എന്നാൽ പോലും പുനലൂര് ഇപ്പോഴും അവിടെ തർക്കം. ഞാനിപ്പോ പുനലൂരിൽ നിങ്ങളെ വാർത്ത കണ്ടിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെയും വിളിച്ചു, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെയും വിളിച്ചു. അവിടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ട്. മറ്റൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതിനകത്ത് രാഷ്ട്രീയമായി യാതൊരു കാര്യമില്ല. പുനലൂർ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഈ മങ്കടയിലെ കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഇതിന്റെ കാര്യത്തിൽ എന്ത് പറയാൻ, അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും അവരെന്നെ പറഞ്ഞിടും, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഡീലുണ്ട് അല്ലേ? ഡീലുണ്ട് അല്ല, കണ്ടാൽ തോന്നും എനിക്ക് ഡീലുണ്ടാവില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്ഥാനാർത്ഥി നിർണയം കണ്ടാൽ നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മുഖ്യമന്ത്രി അതിനെ ഗണ്ണിക്കുന്നത് കോലീബി സഖ്യം വടകരയിലും മറ്റൊന്ന് തൃശ്ശൂരിൽ ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ചൂണ്ടിക്കാണിച്ചു. അല്ല, ഈ വടകരയിലൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ ഇപ്പോ പുരാതന കാലത്തുള്ള സംഭവ വികാസങ്ങളാണ്. നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിലുള്ള കാര്യം പറയാം. എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ട് മുഖ്യമന്ത്രി അത് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വീഴ്ചകൾ എന്നിട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ 14 കളക്ടർമാരുടെയും വീഴ്ചയാണെന്ന് മാത്രം ഞാൻ അവിടെ അസന്നിഗ്ധമായി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. 14 കളക്ടർമാര് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃപ്രയാർ തേവർക്ക് അവിടെ ഗ്യാസ് അന്നദാനം കൊടുക്കാനില്ലെങ്കിൽ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവര് കളക്ടറെ അറിയിക്കണം. ഇവിടെ അറിയിച്ചപ്പോഴൊക്കെ ഈ ദേവസ്വങ്ങളെല്ലാം ചേർത്ത് പിടിച്ചില്ലേ? മാത്രമോ ഹൈബീഡന്റെ മണ്ഡലത്തിലുള്ള പള്ളിയിൽ അന്നദാനം മുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ ഗ്യാസ് എത്തി. ഇവിടെ പാലയൂർ പള്ളിയിൽ അന്നദാനമുണ്ട്, പാവറട്ടി പള്ളിയിൽ. നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കൂ, രവീന്ദ്രൻ സാറിന് തന്നെ വിളിച്ചു ചോദിക്കാം. ഇന്ന് ഞാൻ പാലയൂർ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു അവരെ, നിങ്ങൾ മാത്രം ഗ്യാസ് ആവശ്യപ്പെട്ടില്ല എന്ന്. അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഗ്യാസ് ഉണ്ട്, ഞങ്ങൾ രാജ്യത്തിനല്ല ലോകത്തിങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചില പിടുത്തങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ കൂടുതൽ വിറക് കരുതിയിട്ടുണ്ടായിരുന്നു. ചോറ് പോലെയുള്ള വലിയ കൂടുതൽ നേരം പാകം ചെയ്യേണ്ടതിന് തീയൊരുക്കുന്നതിന് ഞങ്ങൾ വിറക് ഉപയോഗിച്ചു. ഹോട്ടലുകാർക്ക് 20% സിലിണ്ടറുകൾ കൊടുക്കാതെ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വെട്ടിച്ചുരുക്കി. പൂരം കലക്കിയതുപോലെ പാചകവാതവും കലക്കാനായിരുന്നു പ്ലാനെന്നും മന്ത്രി പറഞ്ഞു. പൂരം കലക്കിയതുപോലെ ഗ്യാസും കലക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഇന്നലെ ഞാൻ അറത്ത് മുറിച്ച് സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് 20% ഹോട്ടലുകാർക്ക് കൊടുത്തോണമെന്നുള്ള ഓർഡർ ഇന്നലെ പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ അത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടലുള്ള കളക്ടർമാരുണ്ടായാൽ മതി. ഇനി പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മൊഴിയുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമോ അന്ന് ഞാൻ ചോദിക്കും. ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരേ തുക കെട്ടിവെച്ചുകൊണ്ട് ഒരേ ഭരണാധികാരിക്ക് മുമ്പ് നമ്മൾ പേപ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം MLA അല്ല, ഞാനും അദ്ദേഹമൊക്കെ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അദ്ദേഹം എന്നെ എത്രത്തോളം എന്നെക്കുറിച്ച് മോശം പറഞ്ഞാലും എനിക്ക് മനസ്സിലുള്ളത് എൻ്റെ പിതാവായിട്ടൊക്കെ നല്ല ബന്ധമുള്ള, എൻ്റെ കുടുംബമായിട്ട് നല്ല ബന്ധമുള്ള ശ്രീ ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു അപ്പൂപ്പനെ പോലെ അദ്ദേഹത്തിന് എന്നെ കുറ്റം പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം തന്നെ മന്ത്രി അപ്പൂപ്പൻ എന്നല്ലേ പറയുന്നത്. ഞാനൊരു കൊച്ചുകുട്ടിയല്ലേ, കുഴപ്പമില്ല. പ്രിയപ്പെട്ട ലിജു, ഞാൻ ലിജു പറഞ്ഞു വരുമായിരുന്നു, ഈ തവണ ലിജു കേരളം നിയമസഭയിലേക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ പ്രിയപ്പെട്ട ലിജുവിനെ എൻ്റെ എല്ലാവിധ സ്നേഹാദരങ്ങൾക്ക് അറിയിക്കുക. അതുകൊണ്ട് ലിജു ഏറ്റെടുത്തിട്ടുള്ള വലിയ ദൗത്യം, ആ ദൗത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന, ആ ദുർഭരണം മാറണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹത്തെ ആ ദൗത്യം ഏറ്റെടുത്ത് കായംകുളത്തിന്റെ ജനപ്രതിനിധി ആകുക എന്നുള്ളതാണ് എടുത്തു മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി ഈ രാജ്യത്തെ അട്ടിമറിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയി. വർഗീയ ഫാസിസ്റ്റിന്റെ വക്താക്കളായ
വർഗീയത വളർത്തി. ഈ രാജ്യത്തെ അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയുള്ള ഭരണമാണ് അദ്ദേഹം നടത്തുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഭരണമല്ല, അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയുള്ള ഭരണം. ആ ഭരണത്തിന് എല്ലാ വിധത്തിലും അതിന്റെ ആരാധകന്മാരായി അവരുമായി ഒത്തുതീർപ്പുമായി ആ മോഡി ഭരണകൂടവുമായി ധാരണയിലാണ്. കാരണം നരേന്ദ്രമോദിയായി ധാരണ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ, അവരുമായി മികച്ച സൗഹൃദ ബന്ധത്തിലല്ലായിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ എത്ര മന്ത്രിമാർ, കേരള ഭരണകൂടത്തിന്റെ പ്രധാനികൾ എത്ര പേർ കേന്ദ്ര ഏജൻസികളുടെ പിടിയിൽ പെട്ടുപോകുമായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതായിട്ടില്ല. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവരുമായി ധാരണയിൽ പോവുക, അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കുക. ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നേ വരെ ചെയ്യാത്ത, ജനങ്ങളെ വഞ്ചിക്കുന്ന, സ്വന്തം അണികളെ പോലും, ആത്മാർത്ഥതയുള്ള അണികളെ പോലും വഞ്ചിക്കുന്ന തെറ്റായ നയങ്ങളുമായി പോവുകയാണ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു നീക്കം രാജ്യവ്യാപകമായി ഉയർന്നു വന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ അധികാരത്തിലുള്ളത് പലരുടെയും പിന്തുണയിലാണ്, സംശയമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിൻബലത്തോടു കൂടിയാണ് പലപ്പോഴും മാനിപ്പുലേഷൻ നടത്തുന്നത്. അതുകൊണ്ട് ആ ധാരണയിലാണ് അവർ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. നരേന്ദ്രമോദി ഭരണകൂടവും അവർക്ക് കൂട്ടുനിൽക്കുന്ന പിണറായി ഭരണകൂടവും ജനദ്രോഹ പ്രവർത്തനത്തിൽ ഒന്നിനൊന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇരുപക്ഷത്തെയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ജനങ്ങളുടെ ഹൃദയവികാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് കായംകുളത്ത് ബിജു പ്രവർത്തിക്കുന്നു. ബിജു വിജയിച്ച് നിയമസഭയിലേക്ക് പോകട്ടെ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ച് മുന്നേറട്ടെ. അതുവഴി കേരളം നരേന്ദ്രമോദിക്ക് ഉജ്ജ്വലമായൊരു താക്കീത് നൽകട്ടെ. അതോടൊപ്പം തന്നെ കേരളത്തിന് സൽഭരണത്തിന്, മികച്ച ഭരണത്തിന് കളമൊരുക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അതിന് കായംകുളം അതിൻ്റെതായ സംഭാവന നിർവഹിക്കും എന്ന പ്രതീക്ഷയോടുകൂടി പ്രിയപ്പെട്ട ബിജുവിന്, എൻ്റെ പ്രിയപ്പെട്ട അനുജൻ കൊച്ചനുജൻ ബിജുവിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനത്തിന് സർവ്വ വിജയങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ഓഫീസ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അത് നിലവിൽ വന്നതായി നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ റോഡ് ഷോ ആരംഭിക്കുന്നതിനാൽ വേദിയിലുള്ള നേതാക്കന്മാർ ആരും സംസാരിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ കായംകുളത്തിൻ്റെ ജനകീയ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ലിജു നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും.